വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഗ്ലൂട്ടാത്തോൺ എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്ക സെലിബ്രിറ്റീസിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ഒരു തുടക്കകാലത്തിൽ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ആയിട്ട് അവരുടെ സ്കിന്നത് ഏകദേശം ഈ ഒരു ടൈപ്പും പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ കാണാം ഈ ഒരു ലൈറ്റനിങ്ങിലേക്ക് കേട്ടോ. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺ വന്നിട്ട് ഗ്ലൂട്ടാത്തോൺ തന്നെയാണ്. അപ്പൊ ഞാനൊരു 20 days ഗ്ലൂട്ടാത്തോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു കുട്ടി റിവ്യൂ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് ഒരു കളേഴ്സിനെയും അല്ലെങ്കിൽ ഒരു സ്കിൻ ടോണിനെ ആയിട്ടും ഒഫൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ല. നമുക്ക് ചിലവർക്ക് ഉണ്ടായിരിക്കും പിഗ്മെന്റേഷൻ മാറണം, അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റ്നപ്പ് ആവണം, നമ്മുടെ സ്കിൻ ഒന്ന് സ്മൂത്ത് ആൻഡ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് വെക്കണം, അങ്ങനെ പല ഇഷ്ടങ്ങളുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ 500 mg ഗ്ലൂട്ടാത്തോൺ പ്ലസ് വിറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ഒപ്പിറ്റ ഗ്ലൂട്ടാത്തോൺ ആണ് കേട്ടോ. ഇത് ടാബ്ലറ്റ് ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതൊരു 20 days കണ്ടിന്യൂ ആയിട്ട് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 20 days അല്ല, സോറി 90 days ആണ് ഞാൻ ഒരു ടാബ്ലറ്റ് ബാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തോൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലൂട്ടാത്തോൺ ആണ് ജാപ്പനീസ് ഗ്ലൂട്ടാത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിൽ പല വേരിയന്റും ഒക്കെ അവൈലബിൾ ആണ്, പക്ഷെ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചൈനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് അത്രത്തോളം ക്വാളിറ്റി ഇല്ല എന്നാണ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് 20 tablets ആണ് ഈ ഒരു ബോട്ടിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ കൺസ്യൂം ചെയ്യാന്നുള്ളത് മുന്നേ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് ഈ ടാബ്ലറ്റ് വന്നിട്ട് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. അതായത് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ടാബ്ലറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് 400 mg ഗ്ലൂട്ടാത്തോൺ പ്ലസ് 40 mg വിറ്റമിൻ സി കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, ഒരു 250 ml വെള്ളം എടുക്കുക, അതിലേക്ക് ഇത് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഡിസോൾവ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 3 to 4 minutesനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവും. എന്നിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. പക്ഷെ ഇത് വെറും വയറ്റിൽ ഒരിക്കലും കുടിക്കരുത്. നിങ്ങൾക്ക് ഏത് ടൈമിലും ഇത് കുടിക്കുക, പക്ഷെ ഭക്ഷണത്തിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് കുടിക്കാൻ പാടുള്ളൂ. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിത് വെറും വയറ്റിലോ ഭക്ഷണം കഴിക്കാതെ ഒന്നും കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. നമ്മളോട് ഇത് എങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പാക്കിങ്ങിൽ വന്നിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർ മെൻഷൻ ആക്കിയിട്ടുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റമിൻ സി പ്ലസ് ഗ്ലൂട്ടാത്തോൺ വന്നിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്ലൂട്ടാത്തോണിനെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഈ ഒരു എണ്ണം മാത്രമാണ് കേട്ടോ. ഇത് ഞാൻ 20 tablets ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുടിക്കാണ്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ബാക്കി ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി വേറെ കമ്പനീസിനെ പറ്റി ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, കാരണം ഞാൻ യൂസ് ചെയ്തതിനെ പറ്റി മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അപ്പൊ ഇതിൽ വന്നിട്ട് ക്ലിനിക്കലി പ്രൂവൻ ആണെന്നൊക്കെ അവർ മെൻഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫ്ലേവർ വന്നിട്ട് സ്ട്രോബെറി, ഒരു ലെമൺ ഫ്ലേവർ ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്ലേവർ ആണ് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫ്ലേവർ വലിയ ഇഷ്ടമല്ല. എനിക്ക് പൊതുവെ ഞാൻ സ്ട്രോബെറി അങ്ങനത്തെ ഒരു ടൈപ്പ് ജ്യൂസ് കാര്യങ്ങളായാലും സ്ട്രോബെറി പുഡിംഗ് കേക്ക്സ് ആയാലും പൊതുവെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടക്കേടുണ്ട്. ഇനി പറയാനുള്ളത്, നമ്മളെ ഗ്ലൂട്ടാത്തോൺ വന്നിട്ട് നമുക്ക് ബേസിക്കലി 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരെണ്ണം വന്നിട്ട് IV ആയിട്ടാണ്. അതായത് IV ഫോം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡ്രിപ്പ് ഒക്കെ ഇടുമല്ലോ, നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വെയിനിലൂടെ ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമ്മൾ IV എടുക്കുക. മിക്ക സെലിബ്രിറ്റീസും എടുക്കുന്നത് ആ രീതിക്കാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക IV രൂപത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള കിട്ടുക അങ്ങനെ ആയിരിക്കും. സെക്കൻഡ് മെത്തേഡ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ടാബ്ലറ്റ് രൂപത്തിലുള്ള ഓറലി നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിക്കാണ്. നമുക്ക് ഇതുപോലെ ഡിസോൾവ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് ക്രീം ഫോമിലൊക്കെ വന്നിട്ടുള്ളത്, ക്രീമായിട്ട് സിറംസ് ആയിട്ട് അങ്ങനെ പുറമേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നമുക്ക് ദേഹത്ത് എല്ലായിടത്തും ക്രീം ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അത് കാരണം നമുക്ക് ഒന്നും കൂടി ബെനിഫിറ്റിലും അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് ഇതുപോലെ ഓറലി കഴിക്കാൻ പറ്റിയിട്ടുള്ള
ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് രൂപത്തിലുള്ളതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു IV വന്നിട്ടുള്ളത് നമുക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടാണ്. അതായത് ഒരു സിറ്റിങ്ങിന് തന്നെ നമുക്ക് 5000 അല്ലെങ്കിൽ അതിന് എബോ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഒരു സിറ്റിംഗ് ഒന്നും പോരാ നമുക്കൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ഫോമിൽ വരുമ്പോൾ ഈ ഒരു ടാബ്ലറ്റിന് ഈ ഒരു ബോട്ടിലിന് വരുന്നത് 20 ടാബ്ലറ്റ്സിന് വന്നിട്ടുള്ളത് 1800 സംതിങ് ആണ് കേട്ടോ. അപ്പൊ ഈ റേറ്റിലാണ് നമുക്ക് ഈ 20 ടാബ്ലറ്റ്സ് കിട്ടുക. അപ്പൊ നമുക്ക് ക്രീമിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്, ക്രീം നമുക്ക് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടൊന്നും റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തരത്തില്ല. അത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുഖത്തോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും കുറച്ചുകൂടി നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതും ഈ ഒരു ഓർലി കഴിക്കുന്ന ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി വന്നിട്ട് പലരുടെയും ഡൗട്ടാണ്, ഗ്ലൂട്ടാത്തയോൺ ഒരു പ്രശ്നക്കാരനാണോ, ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കോ, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ പേഴ്സണലി ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. ഇത് 3 അമിനോ ആസിഡ്സും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇത് ഇത്രത്തോളം പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ എന്തെങ്കിലും അസുഖത്തിന്റെ പേരിലൊക്കെ കഴിക്കുന്ന ടാബ്ലറ്റിൽ ഈ ഒരു കണ്ടന്റ്, അതായത് ഗ്ലൂട്ടാത്തോൺ കണ്ടന്റ് വരുന്ന ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിന് കുറച്ചുകൂടെ സ്കിൻ ലൈറ്റൻ ആവുന്നതും കുറച്ചുകൂടെ സ്കിന്ന് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് തരുന്നതായിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് ഗ്ലൂട്ടാത്തയാണ് ഒരു സ്കിന്നിന് മാത്രമായിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ലിവർ അല്ലെങ്കിൽ സംബന്ധമായ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കുമ്പോൾ മെഡിസിനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്ലൂട്ടാത്തോണിന്റെ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് എടുക്കുമ്പോൾ ആ ഒരു പേഷ്യന്റിൽ വരുന്ന സ്കിൻ വൈറ്റനിങ് വരിക അല്ലെങ്കിൽ ലൈറ്റനപ്പ് ആവുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിത് മാർക്കറ്റിൽ ഇത്രത്തോളം പോപ്പുലർ ആയി വന്നിട്ടുള്ളത്. സ്കിൻ ലൈറ്റനിങ്ങിനും വൈറ്റനിങ്ങിനും വേണ്ടിയിട്ട് ഇത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ എന്തും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന മാതിരി അത് എന്ത് നമ്മൾ കഴിക്കുകയാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതിനൊരു ഡോസ് ഉണ്ട്, നമുക്ക് പെർ ഡേ നമുക്ക് ഇത്ര mg വരെ കഴിക്കാം എന്നൊരു കണക്കുണ്ട്. അപ്പൊ ഒരു 600 വരെയാണ് തോന്നുന്നു കഴിക്കാനുള്ളൊരു കണക്കുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് 500 mg മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ എന്ന് വന്നിട്ട് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരുന്നതും കുറച്ചുകൂടെ നമുക്ക് സേഫ് ആയിട്ടുള്ളതും മാത്രമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലിവർ നമുക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കുറച്ചും കൂടെ ഇത് ഉള്ളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കൊടുക്കുകയല്ല. അത് വിറ്റമിൻ സി ഒക്കെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റമിൻ സി നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് ലൈറ്റനിങ് മാത്രമല്ല ഇത് നമുക്ക് തരിക, നമ്മുടെ സ്കിൻ ടെക്സ്ചർ ആകെ തന്നെ നമുക്ക് നന്നായിട്ട് ചേഞ്ച് ആക്കാൻ പറ്റും. ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാനും പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് റിസൾട്ട് കാണാം കേട്ടോ. ഈ ഒരു ഗ്ലൂട്ടാത്തോൺ വന്നിട്ട് 8 വീക്സ് എങ്കിലും എടുക്കുമ്പോഴാണ് അത്രത്തോളം നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്കൊരു കാണുമ്പോൾ തന്നെ ആള് ചേഞ്ച് ആയി എന്നുള്ള തോന്നാൻ മാത്രമുള്ള ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. ഞാനിത് 20 ടാബ്ലറ്റ്സ് ആണ് കഴിച്ചത്. അതായത് 2.5 അല്ലെങ്കിൽ ഒരു 3 വീക്സിനടുത്താണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1-2 ഫോട്ടോസ് ഇവിടെ കൊടുക്കുക. ഞാൻ ഓരോ ഡേ 1 ഡേ ആയിട്ടുള്ളത് വീഡിയോസും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു റിവ്യൂ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ, ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കാം. എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്കിൻ ടെക്സ്ചറിലായിക്കോട്ടെ ആ ഒരു പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. നമ്മുടെ മൗത്തിന്റെ ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് നല്ല പിഗ്മെന്റേഷൻ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു നിർബന്ധമില്ല ഇത് യൂസ് ചെയ്തോളണമെന്നോ നമുക്ക് വെളുക്കണമെന്നോ നമ്മുടെ സ്കിന്ന് അത്രത്തോളം സെറ്റ് ആക്കണമെന്നോ അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് എല്ലാവരും ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടുമില്ല. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണിത്. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ്, അതുപോലെ നമ്മൾ ഓറലി കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. അതായത് നമ്മൾക്ക് പല അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും. ഒരു പനി തലവേദന മാത്രമല്ല, നമ്മളെ ലോകത്ത് പലർക്കും പല അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മെഡിസിൻസോ അങ്ങനെ എന്ത് കഴിക്കുകയാണെങ്കിലും, നമ്മൾ ഇതെന്നല്ല എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടറുടെ ഒരു ഡോക്ടറോടൊന്ന് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിരിക്കുക. അതുപോലെ പ്രഗ്നന്റ് ലേഡീസ് ആയാലും നമ്മൾ ഈ പാലൂട്ടുന്ന അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കഴിക്കാനായിട്ട് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യില്ല കേട്ടോ. കാരണം അത് കുഞ്ഞിന് അങ്ങനെ പാലൂടെ പോവും അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ പറയും
ഇപ്പോൾ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നമ്മൾ പറയാറുണ്ട് പ്രഗ്നന്റ് ആവുന്നതിന് പ്രിപ്പയർ ആണെങ്കിൽ ഒക്കെ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ടൈമിലൊന്നും നമ്മൾ യൂസ് ആക്കരുതെന്ന്. അതുപോലെ തന്നെ ഇതും എനിക്ക് അതാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. ഇനി എനിക്ക് ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം പിഗ്മെന്റേഷൻ ഒക്കെ മാറിയിട്ട് നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഏകദേശം ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫെയർ ആയി എന്നൊന്നുമല്ല, കാരണം ഞാൻ 20 ഡേയ്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി കൂടെ ഞാൻ പറഞ്ഞ പോലെ 8 വീക്സ് ഇത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുടിക്കാം. ഞാൻ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു 20 ടാബ്ലറ്റ്സിന്റെ ഒരു റിസൾട്ട് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വന്നിട്ട്. അപ്പൊ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.